ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന് മഹത്വം. എല്ലാ ദൈവമക്കൾക്കും കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് ഞാൻ വായിക്കാൻ പോകുന്നത് സങ്കീർത്തനം 6 എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുക, അനുഗ്രഹം പ്രാപിക്കുക. യഹോവേ, നിന്റെ കോപത്തിൽ എന്നെ ശിക്ഷിക്കരുത്, നിന്റെ ക്രോധത്തിൽ എന്നെ ദണ്ഡിപ്പിക്കരുത്. യഹോവേ, ഞാൻ തളർന്നിരിക്കുന്നു, എന്നോട് കരുണയുണ്ടാകണമേ. യഹോവേ, എൻ്റെ അസ്ഥികൾ ഭ്രമിച്ചിരിക്കുന്നു, എന്നെ സൗഖ്യമാക്കണമേ. എൻ്റെ പ്രാണനും അത്യന്തം ഭ്രമിച്ചിരിക്കുന്നു. നീയോ യഹോവേ എത്രത്തോളം? യഹോവേ, തിരിഞ്ഞെൻ്റെ പ്രാണനെ വിടുവിക്കണമേ. നിന്റെ കാരുണ്യ നിമിത്തം എന്നെ രക്ഷിക്കണമേ. മരണത്തിൽ നിന്നെക്കുറിച്ച് ഓർമ്മയില്ലല്ലോ. പാതാളത്തിൽ ആർ നിനക്ക് സ്തോത്രം ചെയ്യും? എൻ്റെ ഞരക്കം കൊണ്ട് ഞാൻ തകർന്നിരിക്കുന്നു. രാത്രി മുഴുവനും എൻ്റെ കിടക്കയെ ഒഴുക്കുന്നു. കണ്ണുനീർ കൊണ്ട് ഞാൻ എൻ്റെ കട്ടിലിനെ നനയ്ക്കുന്നു. ദുഃഖം കൊണ്ട് എൻ്റെ കണ്ണ് കുഴിഞ്ഞിരിക്കുന്നു. എൻ്റെ സകല വൈരികളും ഹേതുവായി ക്ഷീണിച്ചുമിരിക്കുന്നു. നീതികേട് പ്രവർത്തിക്കുന്ന ഏവരുമേ, എന്നെ വിട്ടുപോകുവിൻ. യഹോവ എൻ്റെ കരച്ചിലിൻ്റെ ശബ്ദം കേട്ടിരിക്കുന്നു. യഹോവ എൻ്റെ അപേക്ഷ കേട്ടിരിക്കുന്നു. യഹോവ എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളും. എൻ്റെ ശത്രുക്കൾ എല്ലാവരും ലജ്ജിച്ച് ഭ്രമിക്കും. അവർ പിന്തിരിഞ്ഞ് പെട്ടെന്ന് നാണിച്ചു പോകും. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. എൻ്റെ ദൈവമായ യഹോവേ, നിന്നെ ഞാൻ ശരണം പ്രാപിക്കുന്നു. എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്നും എന്നെ രക്ഷിച്ച് വിടുവിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ മഹത്വത്തോട് തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ആമേൻ. എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമായിരിക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന് മഹത്വം.